ചെക്കൻ തകർക്കുക അല്ലേ. ഞാൻ വെറുതെ ഇങ്ങനെ വീട്ടിലിരുന്നപ്പോഴാണ് ഞങ്ങൾ ഊട്ടിക്കൊന്ന് വിട്ടാലോ എന്ന് വിചാരിച്ച്. വേറൊരു കാര്യം കൂടി ഉണ്ട്. കാരണം ഞങ്ങൾ കഴിഞ്ഞ തവണ പോയപ്പോൾ ഞങ്ങൾ ഗോപ്രോ വെള്ളത്തിൻ്റെ അടിയിൽ വെച്ചിട്ടൊരു വീഡിയോ എടുത്തിരുന്നു. അപ്പോൾ അത് ഞാൻ നാട്ടിലെത്തിയതിന് ശേഷമാണ് ചെക്ക് ചെയ്തത്. അപ്പോൾ അടിപൊളി ഒരു രക്ഷയില്ലാത്ത വീഡിയോ ആണ് അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ അതുപോലെ ഒരെണ്ണം എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ബാക്കി കുറച്ചും കൂടി എടുത്തിട്ട് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ പോകുമായിരുന്നു. അപ്പോൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി ഫുഡൊക്കെ വാങ്ങി അതിന് ശേഷം കുറേ ആനകളൊക്കെ കണ്ട് നാടുകാണി ചുരമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നാടുകാണി ജംഗ്ഷനൊക്കെ കഴിയുകയാണ്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളിങ്ങനെ പോകുന്നു. അപ്പോഴാണ് ഞങ്ങളെ ബാക്കിൽ കിടന്ന ഒരു നമ്പർ പ്ലേറ്റ് ഒന്നും കറക്റ്റ് ഇല്ലാത്തൊരു വണ്ടി കിടന്ന് ഓണടിച്ചിട്ട് ഒരു രക്ഷയില്ല. ചറപ്പറ ഓണ്. ഇന്ന് ഓവർടേക്ക് ചെയ്ത് പോകുന്നില്ല. എന്തോ കാണിച്ചു കൂട്ടുന്നെന്ന് പറയാൻ വയ്യ. അങ്ങനെ ഞാൻ വീഡിയോ എടുത്തു. അവരെ കയ്യിൽ ഫോണുണ്ടല്ലോ, ഇങ്ങനെയൊക്കെ തന്നെയല്ലേ പ്രതികരിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വീഡിയോ എടുത്തപ്പോൾ പിന്നെ ഓണടിച്ചതേ. അങ്ങനെ ഇവരെ കുറച്ച് വിഷ്വലൊക്കെ എടുത്ത് ഇങ്ങനെ പോകുന്നു. അവർ പിന്നെ അവസാനം ഞാൻ വീഡിയോ എടുക്കൽ നിർത്തൂലെന്ന് കണ്ടപ്പം മുഖമൊക്കെ മറിച്ച് പോകുമായിരുന്നു. അപ്പോൾ അവർ വീഡിയോ എടുക്കൽ നിർത്തൂലെന്ന് കണ്ടപ്പോൾ അവർ ഓവർടേക്ക് ചെയ്ത്. അപ്പോൾ അവർ പറയാം RTO ആണോ എന്നൊക്കെ ചോദിച്ച് പോയി. അണ്ണന്മാരാന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് അറിയില്ല. അങ്ങനെ എന്തായാലും ഞങ്ങൾ ഇവരെയൊക്കെ പറഞ്ഞ് വിട്ട് അങ്ങനെ പോവുകയാണ്. അടിപൊളി ഒരുപാട് വിഷ്വലും കാര്യങ്ങളൊക്കെ എടുത്തു. അതുപോലെ ഞങ്ങൾ ഊട്ടിയിലല്ല, സൂചിപ്പാറ എത്തുന്ന സമയത്ത് ഒരു അരുവിയുണ്ട്. ആ അരുവിയിലാണ് ഞങ്ങൾ ഗോപ്രോ വെള്ളത്തിലിട്ട് വീഡിയോ എടുത്തത്. അങ്ങനെ ഞങ്ങൾ വഴിക്ക് വന്ന് ഫുഡൊക്കെ കഴിച്ച് അത് കഴിച്ചപ്പോഴത്തേക്കും ചറപറ വെട്ടി കൂട്ടുന്നുണ്ട് പനനൊങ്ക്. അത് കുറച്ച് കഴിച്ച് ഇങ്ങനെ പോകുന്ന വഴിക്ക് അരുവിയിലെത്തി. അപ്പോഴാണ് ഞാൻ വേറൊരു ടെസ്റ്റ് ഉണ്ടായത്. ഇത് ചറപറ കഴിച്ചതിന് ശേഷം ഞങ്ങൾ ആ ഒരു പാറയ്ക്കാട്ടോ പോകുന്നത്. അത് കഴിച്ച് ഞങ്ങൾ ആ പാറ അങ്ങനെ വീഡിയോ എടുത്തപ്പോഴത്തേക്ക് ഞങ്ങൾ ഗുരുവായൂരല്ല, ഗൂഡല്ലൂർ ഊട്ടിയിലേക്ക് തിരിയുന്ന ആ ജംഗ്ഷനിലെത്തി. അവിടുത്തെ കുറേ വിഷ്വലും കാര്യങ്ങളൊക്കെ കണ്ടു. നല്ല കാർമേഘങ്ങൾ മൂടിയൊക്കെ ആയിരുന്നു. വെയിലുള്ള സമയത്തായിരുന്നു വെള്ളത്തിലിട്ട് വീഡിയോ എടുക്കാൻ നല്ലത്. എന്തായാലും ഞാൻ നിങ്ങളെ കണ്ടില്ല, നല്ല കാർമേഘം മൂടി കിടക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ വരുന്ന വഴിക്ക് ഈ ജംഗ്ഷനൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വരികയാണ്. ഇത് ഞാൻ പുതിയതെടുത്ത ഫോണിലാട്ടോ ഈ വിഷ്വൽ കാണുന്നത്. അപ്പോൾ ഞാൻ ഈ വ്ളോഗൊക്കെ ചെയ്ത് നല്ല വീഡിയോസൊക്കെ കാണിച്ചു തരും നിങ്ങൾക്ക്. കാരണം ഇപ്പോൾ ഞങ്ങൾ ഈ മോണിറ്റൈസേഷൻ ആവാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടിൽ ഇങ്ങനെ കുറേ വീഡിയോ എടുത്ത് കൂട്ടുകയാണ്. അപ്പോൾ ഞങ്ങൾ അടിപൊളി വിഷ്വലായിട്ട് നിങ്ങളെ കാണിക്കും, തീർച്ചയായിട്ടും കാണിക്കും. അപ്പോൾ ഗൂഡൽ ജംഗ്ഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ പോരുന്ന വഴിക്ക് എവിടെ ആ വീഡിയോ എത്തുന്നില്ലല്ലോ. ഞാൻ നിങ്ങളെ ഒന്ന് പറ്റിക്കാമെന്ന് വിചാരിച്ചാൽ വേറെ ഒന്നുമല്ല. ഞാൻ ഒരു ഇവിടുന്ന് കാണുന്നുണ്ട്, ഇവിടുന്നേ നോക്കിയാൽ കാണും നമ്മുടെ സൂയിസൈഡ് പോയിൻ്റ്. അത് ഇവിടുന്ന് സൂം ചെയ്ത് കാണിക്കുന്നുണ്ടായിരുന്നു ഞാൻ. അതെവിടെ ഹിമാലയൊക്കെ താണ്ടിപ്പോയി കണ്ടോ, അവിടുന്ന് നോക്കിയാൽ കാണില്ല. അങ്ങനെ ആ സാധനം സൂം ചെയ്തതാണ് നമ്മുടെ സൂയിസൈഡ് പോയിൻ്റ്. അപ്പോൾ സാംസങ് അൾട്രാ 24 എന്താണ് S24 അൾട്രാ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളെ പറ്റിക്കാന്ന് വിചാരിച്ചു. അല്ല, പക്ഷേ ഇതെൻ്റെ നമ്മളെ പുതിയെടുത്ത ഒരു ഫോണാണ്. അപ്പോൾ ആ ഫോണിലെടുത്ത വിഷ്വലാണിത്. അങ്ങനെ ഞാനിത് നിങ്ങളെ പറ്റിക്കാന്ന് വിചാരിച്ചു, പക്ഷേ എന്തിനല്ലേ വെറുതെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഗോപ്രോ വെള്ളത്തിലൊക്കെ ഇട്ട് ഇങ്ങനെ കുറേ വീഡിയോ എടുത്തിട്ടു. അടിപൊളി വീഡിയോ. ആ വീഡിയോ ഞാൻ ഉടനെ നിങ്ങളെ കാണിക്കാം. അതിൻ്റെ ഒരു രക്ഷയില്ലാത്ത വീഡിയോ ആണ്. അതുമാത്രമല്ല തിയേറ്റർ ഔട്ട് കിട്ടുന്ന ക്യാമറയാണ് ഗോപ്രോ. എനിക്കതൊന്നും അറിയില്ലായിരുന്നു, ഞാൻ ജസ്റ്റ് ചുമ്മാ എടുത്തതാണ്. എനിക്ക് ഓഫറിലല്ല കിട്ടിയത്, ഞാൻ ഓഫറിലല്ലാതെ 75 രൂപ കൊടുത്ത് മേടിച്ചതാണ്. ആ ഗോപ്രോ 75 രൂപേൻ്റെ സാധനം ഇപ്പോൾ 37 രൂപയ്ക്ക് ആമസോണിൽ ലഭ്യമാണ്, നിങ്ങൾക്ക് മേടിക്കാം. ഗോപ്രോ ഹീറോ 12 ആണ് ഞാൻ മേടിച്ചത്. ഗോപ്രോ ബ്ലാക്ക് ഹീറോ 12 ആണ് ഞാൻ മേടിച്ചത്. അങ്ങനെ ഈ പൈൻ മരങ്ങളൊക്കെ അങ്ങനെ കണ്ട് ഇങ്ങനെ വരുന്ന വഴിക്കാണ് നമ്മുടെ ചെക്കൻ ചക്ര ഷൂ ഒക്കെ ഇട്ട് ഇങ്ങനെ നടക്കുന്നത് കണ്ട്. അപ്പോൾ അവരുടെ കുറേ വിഷ്വലും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ കണ്ടോളൂ, കണ്ടിട്ട് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. കമൻ്റ് ഇടാൻ
ഒരിക്കലും മറക്കരുത്. നിങ്ങളുടെ അവസാന 4 അക്ക മൊബൈൽ നമ്പറോട് കൂടി നിങ്ങളുടെ കമൻറ്റ് ഇടണം. എന്ത് തന്നെ ആയാലും ഇനി കമൻറ്റ് ഇല്ലെങ്കിലും നിങ്ങൾ അവസാന 4 അക്ക മൊബൈൽ നമ്പർ കമൻറ്റ് ഇട്ടോളൂ. നിങ്ങൾ ഞങ്ങളെ വീഡിയോ കാണുന്നതിന് നിങ്ങൾക്കൊരു ബെനിഫിറ്റ് ഉണ്ട്. അതായത് നിങ്ങൾക്ക് ഒരു സെക്കൻഡ് ഹാൻഡ് കാർ ഞങ്ങൾ നറുക്കെടുപ്പിലൂടെ തരുന്നുണ്ട്. ഓക്കെ, കാണൂ. നമുക്ക് നമ്മളെ ക്യാമറയുടെ വീഡിയോ എടുത്ത് കൊടുക്കണോ? ഈ സൈഡിൽ ഫോട്ടോ അപ്പോൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഫോണിൽ വാട്സപ്പ് നോക്കുന്നുണ്ട്, ഒരു ഫോണിൽ വീഡിയോ എഡിറ്റ് ചെയ്യുന്നുണ്ട്, പിന്നെ ചായ കുടിക്കുന്നുണ്ട്. ഇവിടുത്തെ കടികൾ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ചെറിയ ഉഴുന്നുവട, നല്ല അടിപൊളി സമൂസ, മുട്ടബജി, പിന്നെ ചെറിയ പരിപ്പുട, സമൂസ, അടിപൊളി ടേസ്റ്റ് ഉണ്ട് ഇവിടുത്തെ കേട്ടോ. ഞങ്ങൾ ബൈക്കിനാണിന്ന്. ചായ നല്ല ടേസ്റ്റ് ഉണ്ട്. എന്താ ഒരു എന്ത് ടേസ്റ്റാണ്, ഒരു മസാലേൻ്റെ ഒക്കെ ഒരു അല്ലേ. ഓക്കെ, അപ്പോൾ അടുത്ത വ്യൂ. നമ്മൾ ഈ ചെറിയ കടയിൽ നിന്ന് വാങ്ങുന്ന ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അല്ലേ, ഇടയ്ക്ക് ടേസ്റ്റ്. അതുകൊണ്ടപ്പോൾ ഞങ്ങൾ ഇത്രയും വാങ്ങി കഴിക്കണേ. എന്താ ഞാൻ പരിപ്പോടെ ടേസ്റ്റ് ചെയ്തോട്ടെ. കൊള്ളാം. പരിപ്പട എന്തോ ഒരു ഇതുണ്ട്, എന്നാലും എന്തോ ഒരു മസാല കൂടുതലുണ്ട്. ആ ചൂടില്ല അല്ലേ പരിപ്പട? ചൂടില്ല. നമ്മൾ ആ സമൂസ കഴിച്ചപ്പോൾ ആ പൊള്ളുണ്ടായിരുന്നു. ഇന്നത്തെ ക്ലൈമറ്റിനെ പെട്ടെന്ന് ചൂട് മാറും. നല്ല ചൂടുള്ള ചായയായിരുന്നു, ഇപ്പോൾ ചൂടാറി. പിന്നെ അതുപോലെ അവിടെ ചന്ദ്രൻ നല്ല രസമുണ്ട്. ഇനി ഞങ്ങൾ ഇതൊന്ന് കഴിച്ചോട്ടെ. എന്ത് ഉഴുന്നുവട. ഉഴുന്നുവട എനിക്ക് തോന്നുന്നു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അതൊരു പ്രത്യേക ടേസ്റ്റ്. ആ അടുത്ത ടേസ്റ്റാണ് ഉഴുന്നുവടേൻ്റെ ടേസ്റ്റ് ഉണ്ട്. ഇനി സമ്മന്തി കൂടി കൂട്ടുമ്പോൾ നല്ല രസമുണ്ട്.